രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. കോഴിക്കോട് കക്കയത്ത് കർഷകനെ കൊന്ന കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘം കക്കയത്ത് തുടരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കൃഷിയിടത്തിൽ വെച്ച് അബ്രഹാം കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരിക്കുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ് വെരി ഗുഡ് മോർണിംഗ്. കക്കയത്തെ അക്രമകാരിയായ കാട്ടുപോത്തിനെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകനായ അബ്രഹാം കൊല്ലപ്പെടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ബുധനാഴ്ച മുതൽ ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഡ്രോണിന്റെ ഉൾപ്പെടെ സഹായത്തോടെ നിരീക്ഷണം ശക്തമാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. നിലവിൽ കക്കയം ഫോറസ്റ്റ് ഓഫീസിലെ 10 ഉദ്യോഗസ്ഥരാണ് ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. അതോടൊപ്പം ഈ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിനെ വെടിവെക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ വനം വകുപ്പിന്റെ ഉത്തരവനുസരിച്ച് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തിയ ശേഷം മയക്കുവെടി വെക്കാം, അല്ലെങ്കിൽ അനുകൂല സാഹചര്യം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്താണെങ്കിലും വയനാട്ടിൽ നിന്നുള്ള ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള 16 അംഗ സംഘമാണ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ദൗത്യം കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം വീണ്ടും ആരംഭിക്കാനാണ് നിലവിൽ കക്കയത്തുള്ള നാട്ടുകാരുടെ തീരുമാനം. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.